ഈ വീഡിയോയിൽ ജിയോ പൊളിറ്റിക്കൽ അപ്ഡേറ്റ്സ്. ഈ കാണുന്ന ഇമേജ് എയർ ഇന്ത്യയുടെ സർദാർ വല്ലഭായ് പട്ടേൽ അഹമ്മദാബാദ് എയർപോർട്ടിൽ നിന്നും പറന്നുയർന്ന് ഏതാണ്ട് 3-4 മിനിറ്റിനുള്ളിൽ കത്തി ചാരമായി തീർന്ന ആ ഒരു ഫ്ലൈറ്റിൻ്റെ ബാക്കി പത്രമാണ് ഇവിടെ കാണുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇൻവെസ്റ്റിഗേഷൻസ് കുറേ നാളുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ ജൂൺ 12-നാണ് ഈ ഒരു ഇൻസിഡൻറ്റ് സംഭവിച്ചത്. അതിനെ തുടർന്ന് നടത്തിയ ഇൻവെസ്റ്റിഗേഷനിൽ ഇപ്പോൾ കുറേ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ എന്ന് പറഞ്ഞാൽ ഫ്യൂവൽ കട്ട് ഓഫ് അതാണ് സംഭവിച്ചിരിക്കുന്നത്. അതായത് ക്രാഷിന് മുമ്പേ എഞ്ചിൻ്റെ ഫ്യൂവലിലേക്കുള്ള ആ ഒരു സ്വിച്ച് കട്ട് ഓഫ് ചെയ്യപ്പെട്ടിരുന്നു എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. പക്ഷേ ഇതിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് 2 വിഷയങ്ങൾ നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട്. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എയർ ഇന്ത്യക്ക് ഒരു അപകടം സംഭവിച്ചു. ഇന്ത്യൻ ഗവൺമെൻറ്റിന് ഒരു റോളുണ്ട്, അതുപോലെ തന്നെ എയർ ഇന്ത്യക്ക് ഒരു റോളുണ്ട്. എയർ ഇന്ത്യ ഇപ്പോൾ പ്രൈവറ്റൈസേഷൻ ചെയ്തിരിക്കുകയാണ്. എയർ ഇന്ത്യ ഇപ്പം ടാറ്റയുടെ ഭാഗമാണ്. അതുപോലെ തന്നെ ബോയിങ് എന്ന് പറഞ്ഞ കമ്പനിയാണ് ഈ ഫ്ലൈറ്റിൻ്റെ മാനുഫാക്ചറർ. ബോയിങ് 787 എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വരുന്ന എയർക്രാഫ്റ്റാണിത്. അപ്പോൾ ആ രീതിയിൽ ഇപ്പം 3 കൂട്ടർ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇന്ത്യൻ ഗവൺമെൻറ്റിന് വേണ്ടത് ഇതിൻ്റെ യഥാർത്ഥ റീസണാണ്. അതിപ്പം ടാറ്റയിൽ വർക്ക് ചെയ്യുന്ന എയർ ഇന്ത്യ ഉദ്യോഗസ്ഥരാണെങ്കിലും ആ രീതിയിലായിക്കോട്ടെ, അതുപോലെ തന്നെ ബോയിങ് കമ്പനിയുടെ പ്രശ്നമാണെങ്കിലും ആ രീതിയിലായിക്കോട്ടെ. പക്ഷേ ഇവിടെ വാർത്തകൾ വരുമ്പോഴത്തേക്കും ഇപ്പം വെസ്റ്റേൺ മീഡിയ കൂടുതലും ഇത് പൈലറ്റിൻ്റെ മിസ്റ്റേക്കാണ് എന്നുള്ള നിലയിൽ അടിച്ചേൽപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഇറ്റ് മീൻസ് അത് ഇന്ത്യയിലുള്ള എയർ ഇന്ത്യ എന്ന് പറഞ്ഞ ആ ഒരു സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ കുഴപ്പമാണ്, ഇല്ലെങ്കിൽ അതിൽ ഉണ്ടായിരുന്ന പൈലറ്റുകളുടെ കുഴപ്പമാണ് എന്നൊക്കെ വരുത്തി തീർക്കാനാണ് ശ്രമിക്കുന്നത്. കാരണം ബോയിങ് എന്ന് പറഞ്ഞത് അത്ര വലിയൊരു മാർക്കറ്റാണ്. ഭീമമായ മാർക്കറ്റിൽ നഷ്ടമുണ്ടാകാൻ അവരൊരിക്കലും സമ്മതിക്കത്തില്ല. ഈ ഒരു ഇൻസിഡൻറ്റ് അവരുടെ സൈഡിലുള്ള മിസ്റ്റേക്കാണെന്ന് ഒരിക്കലും അവർ സമ്മതിക്കില്ല. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അവരുടെ സൈഡിലുള്ള മിസ്റ്റേക്ക് ആണോ ഇല്ലയോ എന്നുള്ളതൊക്കെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ മനസ്സിലായി ഇതിൻ്റെ ഫുൾ റിപ്പോർട്ട് പൂർണ്ണമായിട്ടും നമുക്ക് വായിച്ചപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത് ഇതിനകത്തൊരു ചിപ്പിൻ്റെ പ്രശ്നമുണ്ട്. അതാണ് ഫൈനലി ഇതിനകത്ത് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. അതിലുപരിയായിട്ട് ഈ പൈലറ്റിൻ്റെ മിസ്റ്റേക്കാണോ, അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ആയോ, അല്ലെങ്കിൽ സ്വിച്ച് കട്ട് ഓഫ് ആയോ, ഇതൊക്കെ ഇതൊന്നും നമുക്ക് അങ്ങനെ പറയാൻ പറ്റാത്ത വിഷയങ്ങളാണ്. കാരണം ഇവിടെ പൈലറ്റിൻ്റെ കോൺവെർസേഷൻ, അതായത് ഇവിടെ AAIB എന്ന് പറഞ്ഞാൽ എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ, അതാണ് AAIB എന്ന് പറയുന്നത്. ഈ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനമാണ് ഇതിൻ്റെ റിപ്പോർട്ട് ഏതാണ്ട് 15 പേജോളം വരുന്ന റിപ്പോർട്ട് പുറത്തിറക്കിയിരിക്കുന്നത്. ആ 15 പേജ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 80ഓളം ഡീറ്റെയിൽ ആയിട്ടുള്ള പേജിൻ്റെ ഷോർട്ട് റിവ്യൂ ആയിട്ടാണ് ഈ ഒരു 15 പേജ് പുറത്തിറക്കിയിരിക്കുന്നത്. ആ 15 പേജിൽ ആദ്യമേ തന്നെ ഈ ബ്ലാക്ക് ബോക്സ് എന്ന് പറഞ്ഞ ആ ബോക്സിൽ റെക്കോർഡ് ചെയ്യപ്പെട്ട വോയിസ് റെക്കോർഡിൽ 2 പൈലറ്റുകളുടെയും കോൺവെർസേഷൻ അതാണ് അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഈ 2 പൈലറ്റുകളുടെ കോൺവെർസേഷനിൽ ആദ്യത്തെ പൈലറ്റ് ചോദിക്കുന്നുണ്ട്, ഫോർ എക്സാമ്പിൾ പൈലറ്റ് A, പൈലറ്റ് B. ഇപ്പോൾ പൈലറ്റ് A ചോദിക്കുന്നുണ്ട് ഇതേപോലെ ഈ ഇഞ്ചിൻ്റെ ഫ്യൂവൽ സ്വിച്ച് കട്ട് ഓഫ് ചെയ്തത് എന്തിന് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് മറുപടിയായിട്ട് പൈലറ്റ് B പറയുകയാണ്, ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ കട്ട് ഓഫ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അത് അയാൾ ഡിനൈ ചെയ്യാണ് ചെയ്യുന്നത്, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത് 2 പൈലറ്റുമാരും എഞ്ചിനിലേക്ക് പോകുന്ന ഓയിൽ സപ്ലൈ കട്ട് ഓഫ് ചെയ്തിട്ടില്ല. ഇതൊരു ചെറിയ സ്വിച്ചാണ്, ബട്ടൺ പോലെ ഇരിക്കുന്ന സ്വിച്ചാണ്.